പ്രവാചകൻ സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ കഥയിൽ പ്രവാചകൻ മറിയം റളിയല്ലാഹു അൻഹയുടെ രക്ഷകരായി മാറുന്നത് നാം കണ്ടു. പ്രവാചകൻ ഇമ്രാൻ അലൈഹിസ്സലാമിൻ്റെ മകളായിരുന്നു മറിയം റളിയല്ലാഹു അൻഹ. സക്കരിയ നബി അലൈഹിസ്സലാം ഈ കൊച്ചുകുട്ടിയുടെ സംരക്ഷണമേൽക്കുകയും അവൾക്കുവേണ്ടി പ്രത്യേകം മുറി നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തു. മറിയം റളിയല്ലാഹു അൻഹ വളർന്നപ്പോൾ കൂടുതൽ സമയവും അള്ളാഹുവിനോടുള്ള ആരാധനയ്ക്കായി ചിലവഴിച്ചു. മറിയം റളിയല്ലാഹു അൻഹായുടെ ആവശ്യങ്ങൾ അറിയുന്നതിനു വേണ്ടി പ്രവാചകൻ എല്ലാ ദിവസവും അവരെ സന്ദർശിച്ചിരുന്നു. ഇത് വർഷങ്ങളോളം തുടർന്നു. പ്രവാചകൻ അവരെ പഠിപ്പിക്കുകയും വഴികാട്ടിയാവുകയും ചെയ്തിരുന്നു. മറിയം റളിയല്ലാഹു അൻഹ മുതിർന്നപ്പോൾ അള്ളാഹുവിൻ്റെ കടുത്ത ആരാധകയായി മാറി രാവും പകലും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം പതിവ് പോലെ തൻ്റെ മുറിയിൽ മറിയം റളിയല്ലാഹു അൻഹ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ഒരു മലക്ക് പുരുഷന്റെ രൂപത്തിൽ അവരുടെ മുൻപിൽ പ്രത്യക്ഷനായി. മറിയം റളിയല്ലാഹു അൻഹ ഭയന്നുപോയി. അയാൾ അവരെ ഉപദ്രവിക്കാൻ വന്നതാണെന്ന് കരുതി അവർ ഉച്ചത്തിൽ പറഞ്ഞു, നിങ്ങളിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു. നിങ്ങൾ അള്ളാഹുവിനെ ഭയക്കുക. അപ്പോൾ മലക്ക് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള ഒരു ദൂതനാണ്. നിങ്ങൾക്ക് ധർമ്മിഷ്ഠനായ ഒരു കുഞ്ഞിനെ നൽകാൻ അയക്കപ്പെട്ടവനാണ്. അവൻ പാപങ്ങളിൽ നിന്നും വിശുദ്ധനായിരിക്കും. ഇപ്പോൾ അവർ ശാന്തമായിരുന്നു. എന്നിട്ട് മലക്കിനോട് ചോദിച്ചു, എന്നെ ഒരു പുരുഷൻ തൊടുക പോലും ചെയ്യാതെ എനിക്കെങ്ങനെ ഒരു മകനുണ്ടാവും? അത് അള്ളാഹുവിന് വളരെ എളുപ്പമാണ്. അള്ളാഹു ജനങ്ങൾക്ക് വേണ്ടി ഒരു ദൃഷ്ടാന്തമായിരിക്കാൻ വേണ്ടിയാണ് അവനെ സൃഷ്ടിക്കുന്നത്. അള്ളാഹുവിൻ്റെ ശക്തിയുടെ മേലുള്ള ഒരു അടയാളവും. മലക്ക് സന്ദർശിച്ചപ്പോൾ മുതൽ അവർക്ക് മാനസിക സമ്മർദ്ദമുണ്ടായി. ദിവസങ്ങൾ കടന്നു പോകുന്തോറും അത് വർദ്ധിച്ചു വന്നു. ഒരു ഭർത്താവില്ലാതെ അവർക്ക് എങ്ങനെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാനാവും? കുറച്ചു മാസങ്ങൾക്ക് ശേഷം മാനസിക സമ്മർദ്ദം അധികകാലം താങ്ങാൻ അവർക്ക് കഴിഞ്ഞില്ല. ഗർഭപാത്രത്തിൻ്റെ ഭാരവും താങ്ങി എങ്ങോട്ടെന്നറിയാതെ അവർ നഗരം വിട്ടു യാത്രയായി. അവർ അധിക ദൂരം പോയില്ലായിരുന്നു. പെട്ടെന്നാണ് അവർക്ക് പ്രസവവേദന അനുഭവപ്പെട്ടത്.